2 രാജാക്കന്മാർ 7:2. എവിടെയാണ് ക്ഷാമം? ശമരിയ പട്ടണത്തിൽ ഭയങ്കര ക്ഷാമം ഉണ്ടായി. ഒരു പട്ടണത്തിൽ വലിയ ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമത്തിന് പരിഹാരം വരുത്തും. ആര് വരുത്തും? ദൈവത്തിൻ്റെ ദാസൻ മുഖാന്തരം അത് ചെയ്യാൻ പോകുകയാന്ന് പറഞ്ഞു അല്ലേ. നാളെ ഈ ശമരിയയുടെ പട്ടണത്തിൻ്റെ വാതിൽക്കൽ അല്ലേ ദൈവം ആവശ്യമായ പ്രൊവിഷൻ, ഞാൻ അങ്ങനെ പറയുക, ആവശ്യമായ റേഷൻസ് അവർക്ക് വേണ്ടി മുഴുവൻ കൊടുത്തേക്കുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ഒരു VIP പറഞ്ഞ എന്താ അറിയാമോ? സ്തോത്രം, യഹോവ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും എന്ത് ചെയ്യത്തില്ല, അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ദൈവം പറഞ്ഞത് നമ്മൾ കാണുമോ കാണത്തില്ലയോ? കാണുമോ ഇല്ലയോ? ദൈവം പറഞ്ഞത് സംഭവിക്കുകയോ ഇല്ലയോ? അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇല്ലാത്ത കിഡ്നി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം അല്ലേ. അങ്ങനെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? നമ്മൾ വിചാരിക്കാത്ത അത്ഭുത കാര്യം. ഒരിക്കലും നിനക്കൊരു തലമുറ ജനിക്കത്തില്ലെന്ന് പറഞ്ഞവർക്ക് ദൈവം 2നെയും 3നെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കണം, ശമരിയയുടെ പട്ടണത്തിൻ്റെ വാതിൽക്കൽ ദൈവം പ്രൊവിഷൻ കൊടുക്കുമെന്ന് പഴയ നിയമത്തിൽ ഒരു ഭക്തനോട് പറഞ്ഞെങ്കിൽ ഞാൻ പറയാം, പഴയ നിയമത്തിലെ ദൈവഭക്തന്മാരാരാണ്? പഴയ നിയമത്തിലുള്ളവരെല്ലാം ദാസന്മാരാ, എന്നാൽ പുതിയ നിയമത്തിലുള്ളവരെല്ലാം മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സഭയ്ക്കകത്തിരിക്കുന്നത് കുറെ ദാസന്മാരും ദാസിമാരുമല്ല, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പഴയ നിയമ ദാസന്മാർക്ക് വേണ്ടി, ദാസത്വത്തിൽ കഴിഞ്ഞവർക്ക് വേണ്ടി ദൈവം വാതിലുകളെ തുറന്ന് അവരുടെ സ്ഥിതികൾ മാറ്റിയെങ്കിൽ പുതിയ നിയമത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ ഈ കാലഘട്ടത്തിലും നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോകുകയാണ്. എത്ര പേര് ദൂതേറ്റെടുക്കും? ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. ശമരിയുടെ പട്ടണ വാതിൽക്കൽ അവർക്ക് വേണ്ടി ആവശ്യമായത് തക്ക സമയത്ത് ദൈവം ചെയ്തു കൊടുത്തെങ്കിൽ, ഞാൻ പഴയ നിയമത്തിലെ ദാസനല്ല, ഞാൻ പുതിയ നിയമത്തിലെ പുത്രനാണ്. ഞാൻ പഴയ നിയമത്തിലെ ദാസിയല്ല, പുതിയ നിയമത്തിൽ പുത്രിയാണ്. ഇതെന്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അദൈവിക വിടുതലിനെ സ്വീകരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ പറയുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ അവിശ്വാസത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ മനുഷ്യനെ നോക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ അത് കാണും, പക്ഷേ നീ അതിൽ നിന്ന് ഒന്നും അനുഭവിക്കത്തില്ല എന്നാ. ഇന്ന് രാവിലെ സമയം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അൺബിലീഫോടെ, അവിശ്വാസത്തോടെ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ദൈവം അത് ചെയ്യും, ദൈവം എനിക്കത് ചെയ്യും, ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം അതിൽ തുറക്കും. എൻ്റെ റേഷൻസ് ദൈവം മുടക്കത്തില്ല. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ട് നിന്റെ വിശ്വാസത്തെ നീ കളയരുത്. ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത്. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണ്ട? കളയണ്ട. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടി, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സിസ്റ്ററെ, ബ്രദറെ, അതുമെല്ലാം നടക്കുമോ? ഓ, എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പറയണം, ഇല്ല, അത് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, അത് പറഞ്ഞത് എൻ്റെ ദൈവമാ. അത് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, അത് പറഞ്ഞത് എൻ്റെ ദൈവമാ. നീ എൻ്റെ സ്നേഹിതനായിരിക്കാം, നീ എൻ്റെ സഹോദരി ആയിരിക്കാം, നീ എൻ്റെ സഭയിലെ മെമ്പറായിരിക്കാം, നീ എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കാം. പക്ഷെ നിൻ്റെ വാക്കുകളെക്കാൾ കൂടുതൽ ഞാൻ അവൻ്റെ വാക്ക് വിശ്വസിക്കുന്നു. നിൻ്റെ വാക്കുകളെക്കാൾ കൂടുതൽ ഞാൻ യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വിശ്വാസം നിൻ്റെ അകത്ത് നിറയുമ്പോൾ അവിശ്വാസം നിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. യെസ്, എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വാസം നിൻ്റെ അകത്ത് നിറയുമ്പോൾ ആ അവിശ്വാസം നിൻ്റെ അകത്തു നിന്ന് മാറിപ്പോകും.